ശ്രീ അരുൺകുമാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് ക്രൈംബ്രാഞ്ച് കേസെടുത്തല്ലോ. അതാരും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല, പുറത്തു വന്നിരിക്കുന്ന പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുന്ന ക്രിമിനൽ ഒഫൻസസിനെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഇപ്പോൾ BJP പ്രസിഡന്റിനാണ് പരാതി കൊടുത്തിട്ടുള്ളത് എങ്കിലും ആ പരാതിയുടെ വിശദാംശങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സമീപനവും BJPയോടുള്ള സമീപനവും രണ്ടും രണ്ടാണോ? അഭിലാഷേ, ഇപ്പം ഈ ചർച്ച ഏകദേശം 3/4 മണിക്കൂറായി. ഞാൻ ഇടയ്ക്കൊന്നും ഇടപെടാതെ കേട്ടിരുന്നത് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ജനങ്ങൾ കേൾക്കണം. ഇന്നലെ ഒറ്റ കോൺഗ്രസ് പ്രതിനിധികളും കേരളത്തിലെ ചർച്ചകളിൽ പങ്കെടുത്തില്ല. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ബോംബ്, ആ ബോംബ് എന്ന് പറഞ്ഞിട്ട് നിരീക്ഷകരെ ആ നിരീക്ഷകർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടിൽ അധ്യായം മര്യാദകേട് കാണിക്കില്ലേ? മര്യാദകേട് കാണിക്കില്ലേ? ശരി 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 മര്യാദകേട് കാണിക്കില്ലേ? നിങ്ങൾ പറയൂ, അരുൺ പറയൂ. എന്നാ ബാക്കി 15 മിനിറ്റ് അവർ സംസാരിച്ചോട്ടെ. എന്തിനാ ഇങ്ങനെയൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കണേ? അല്ല, മര്യാദകേട് കാണിക്കട്ടെ. ഇന്നലെ ഞാൻ മലയാള മനോരമ അടക്കം ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു നിരീക്ഷകൻ വന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയണേ. എന്റെ മാഡം, ഞാനൊരു കള്ളമല്ല പറയുന്നത്. മലയാള മനോരമ ചാനലിൽ നിങ്ങളുടെ ഒരു നിരീക്ഷകൻ വന്നു. ആ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് പ്രതിനിധിയെ വിട്ടിട്ടില്ല എന്നാ പറഞ്ഞേ. എന്തു ആയിക്കോട്ടെ മാഡം, നിങ്ങൾ ഇന്നലെ കോൺഗ്രസ് ചർച്ചയ്ക്ക് പോയോ ഇല്ലയോ? ഞങ്ങൾ ഇന്നലെ ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തിരുന്നില്ല, അതുകൊണ്ട് അറിയില്ല. ഓക്കെ, അതിന്റെ പോയിന്റ് വരും. അപ്പോ ഇന്നലെ ആ അധ്യായം, രാഹുൽ മാങ്കൂട്ടിനെതിരായിട്ടുള്ള അധ്യായം അടഞ്ഞു. അതായത് ഭരണഘടനയിലില്ലാത്ത, കോൺഗ്രസിന്റെ ഭരണഘടനയിലില്ലാത്ത ഒരു നടപടിയെടുത്ത് 1 മാസം കഴിയുമ്പോൾ, അതായത് സെപ്റ്റംബർ 25-ന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട എല്ലാ പൊസിഷനിലേക്കും തിരിച്ചു വരാൻ പാകത്തിന് ഒരു നടപടി എടുത്തിട്ട് ഞങ്ങളെല്ലാം വൈറ്റ് വാഷ് കഴിഞ്ഞു, അധ്യായം അടച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം അത് ചർച്ച ചെയ്യരുത് കേരളത്തിലെ മാധ്യമങ്ങൾ. അതിനുവേണ്ടി ഇപ്പൊ അതേ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക. ബോംബ് എന്നിട്ട് ഇപ്പൊ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ ചോദിച്ചേ? സുവോമോട്ടോ കേസ് എടുക്കാൻ പാടില്ലേ? അതായത് 25-ാം തീയതി മിനിഞ്ഞാന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്ത പരാതി അത് കോൺഗ്രസിന് കിട്ടി. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ പറയില്ല ബോംബെന്ന്. ആ പരാതിയിൽ പോലീസ് പോയിട്ട് സുവോമോട്ടോ കേസ് എടുക്കണമെന്ന്. എന്റെ മാഡം, ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങളെ ഒരു ബൂത്ത് കമ്മിറ്റി അംഗത്തെ കൊണ്ട് ഇതൊക്കെ ഇത്തരം പരാതിയൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യിപ്പിക്കുക, ഷെയ്പ്പ് ചെയ്യിപ്പിക്കുക. ഇതിലും അന്തസ്സോടെ ചെയ്യും. ഇതിലും നിലവാരമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രതീക്ഷിക്കാനുള്ള ഒരാഗ്രഹവും യോഗ്യതയും ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടല്ലോ. എന്ന് പറഞ്ഞില്ലേ DCC പ്രസിഡന്റ് കോഴിക്കോടും കണ്ണൂരും? എന്ത് VD സതീശൻ പറയണമെന്ന് മനോരമ പത്രത്തിൽ രാവിലെ വരുന്ന വാർത്തയായിരിക്കും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് DCCയുടെ ഭാരവാഹി പറഞ്ഞ ചരിത്രം വരെ നമുക്കുണ്ട്. എന്നിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് പോലീസ് സുവോമോട്ടോ എടുത്തില്ല എന്ന്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ മിനിഞ്ഞാന്ന് കൊടുത്ത പരാതിയിൽ പോലീസ് സുവോമോട്ടോ. എന്നിട്ട് BJP ഇവിടെ 2-3 ദിവസമായിട്ട് ആർഗ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഉള്ള തീവ്രതയില്ലാന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു പരാതി വരുമ്പോൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, വസ്തുതയുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് നിലപാട് സ്വീകരിക്കണേ. 2014 വിഷയം മജിസ്ട്രേറ്റ് കോടതി ട്രയൽ നടത്തി വെറുതെ വിട്ടു. അത് കഴിഞ്ഞ് 1 കൊല്ലമായി, ഇതുവരെ അപ്പീലും ഇല്ല. അതിനെ കുറിച്ചിട്ട് ഒരു പരാതി കൊടുത്തു. പോലീസിന് കൊടുക്കും പരാതി. നിങ്ങൾക്ക് കിട്ടിയില്ല പരാതി എന്നാൽ പോലീസിനോട്, പോലീസ് പരിശോധിക്കും. എന്നിട്ട് CPM-ന് തീവ്രതയില്ല. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ അജണ്ട. രാഹുൽ മാങ്കൂട്ടിനെതിരെ ഇവിടെ ഉയർന്നു വന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള പരാതി കേരളത്തിൽ ഇനി ചർച്ച ചെയ്യാൻ പാടില്ല. 3.5 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവിന് കൊടുത്ത കൃത്യമായിട്ടുള്ള കംപ്ലൈന്റ് ഞാൻ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ശ്രീ VD സതീശന് കൊടുത്തു എന്ന ആ യുവനടി എത്ര അഭിമാനത്തോടെയാ പറഞ്ഞേ? ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, എനിക്ക് കിട്ടി, ഞാൻ പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരിഹരിച്ചു. എന്തു പരിഹരിച്ചു? ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ പറഞ്ഞില്ലേ, എന്നോട് ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടെന്ന്. അതായത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് നിങ്ങൾ, കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ, ആ പരാതി കൊടുത്തതിന് ശേഷം കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ, അതിനുശേഷം എല്ലാ തരത്തിലും തേച്ചു മാച്ച് കളഞ്ഞ് കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നടപടിയെടുത്തു എന്ന് വരുത്തി ജനങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ആ അധ്യായം അടച്ചു എന്ന് പറയുന്ന നിങ്ങൾ 1 മാസം കഴിയുമ്പോൾ ഈ പൊസിഷനിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ അതിനുവേണ്ടി ഭരണഘടനയെ തന്നെ തള്ളി പറയുന്നവർ വന്ന് CPM-നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾക്കറിയാം, ഇവിടെ ഏതെങ്കിലും ഒരു പരാതി ഇത്തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് സംഘടനയിൽ നിന്ന് പുറത്താക്കി വർഷങ്ങൾ പുറത്തുനിന്ന് എല്ലാ കോടതിയും കുറ്റവിമുക്തരാക്കി അവർ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം ചിലപ്പോൾ സംഘടനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകാം. അതൊക്കെ CPM-നെ എങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ അങ്ങ് ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോകും. നിങ്ങൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവമായ തെളിവുകൾ ഇപ്പോഴും ചോദ്യമുണ്ടല്ലോ. എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ മുഖം ഓർമ്മ വരികയാണ്. എനിക്ക് എന്റെ സ്വന്തം അമ്മയെപ്പോലും മുഖത്തു നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. വെറും സെക്കൻഡ് മതി, നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണം എന്ന് ചോദിക്കുന്ന ശബ്ദം. എന്തിയെ നിങ്ങളൊരു വക്കീൽ നോട്ടീസ് അയക്കാത്ത?
ആ വയറ്റിൽ വളർന്നുകൊണ്ടിരുന്ന കുട്ടി ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ? അബോർഷൻ നടത്തി കളഞ്ഞില്ലേ? നിർബന്ധമായിട്ടുള്ള അബോർഷൻ അല്ലേ? അതൊരു കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള സാഹചര്യമല്ലേ? 10 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന സാഹചര്യമല്ലേ? ഇതൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട്. ഇതൊക്കെ ചർച്ചയാക്കാം. നിങ്ങൾക്ക് വിഷമമാണ് ഇത് ചർച്ച. പോലീസിന് പരാതിയുണ്ട്, പോലീസ് അന്വേഷിക്കും. ബിജെപിക്ക് കൊടുത്ത പരാതിയെ ഞങ്ങൾക്ക് ഉള്ളടക്കമില്ല, ഞങ്ങളുടെ മുന്നിൽ ഇല്ല. അല്ല, ഏത് വിഷയമായാലും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്ത പരാതി CPM-ന്റെ മുന്നിലില്ല. പോലീസിനൊരു പരാതിയും കിട്ടിയിട്ടില്ല. അത് പൊതുമണ്ഡലത്തിൽ അങ്ങനെ ഒരു വിഷയമില്ല. എന്തെങ്കിലും ഗ്രാവിറ്റി ഉണ്ടോ? പോലീസ് അന്വേഷിക്കട്ടെ. അത് നിങ്ങൾക്ക് കിട്ടിയ പരാതി നിങ്ങൾ അന്വേഷിക്കുക. അല്ലാതെ പൊതുസമൂഹത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും തേച്ചുമാച്ച് കളയാൻ കുറെ ബോംബുമായിട്ട് ഇറങ്ങുമ്പോൾ ഈ കോടതിയിൽ നിന്ന് വരെ കിട്ടിയ കനത്ത പ്രഹരം നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 9 കൊല്ലമായി ഈ ഗവൺമെന്റിനെതിരെ നടത്തുന്ന നുണപ്രചരണം ഒരെണ്ണം പോലും തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പോയിന്റ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യാജ പ്രവർത്തിയും വ്യാജ ഐഡന്റി കാർഡും അതുപോലെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നിർത്തുക. ആ ചൂരൽമല മുണ്ടക്കൈ അതിന്റെ പേരിൽ പിടിച്ച കോടികളും ഇതിന്റെ ഇടയിൽ തട്ടിക്കളയല്ലേ? ഈ ചർച്ചയ്ക്കിടയിൽ ആ കോടികളും ഒരു തെളിവുമില്ലാതെ അങ്ങ് പോക്കറ്റിലിട്ട് വിഴുങ്ങുകയല്ലേ? അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഗൗരവമായ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കുക.